രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം 18. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഹോശേയയുടെ 3-ാം ആണ്ടിലെ യൂദാ രാജാവായ ആഹാസിന്റെ മകൻ ഹെസക്കിയ രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. അവൻ്റെ അമ്മയ്ക്ക് അബി എന്നു പേർ. അവൾ സകരിയായുടെ മകളായിരുന്നു. അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ എല്ലാം ദൈവത്തിന് പ്രസാദമായത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു. അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം അർപ്പിച്ചു വന്നു. അതിന് നെഹൂഷ്ടാൻ എന്നു പേരായിരുന്നു. അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചു. അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. അവൻ ദൈവത്തോട് ചേർന്നിരുന്നു. അവനെ വിട്ട് പിന്മാറാതെ ദൈവം മോശയോട് കൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. കർത്താവ് അവനോടുകൂടി ഉണ്ടായിരുന്നു. അവൻ പോയ സ്ഥലത്തെല്ലാം കൃതാർത്ഥനായി. അവൻ അസുർ രാജാവിനോട് എതിർത്ത് അവനെ സേവിക്കാതിരുന്നു. അവൻ ഫെലിസ്തരെ ഗസയോളം തോൽപ്പിച്ചു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെയുള്ളത് അതിൻ്റെ പ്രദേശം ശൂന്യമാക്കി കളഞ്ഞു. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകൻ ഹോശേയയുടെ 7-ാം ആണ്ടായ ഹെസക്കിയ രാജാവിൻ്റെ 4-ാം ആണ്ടിൽ അസുർ രാജാവായ ശമര്യക്കെതിരെ വന്നു. അതിനെ നിരോധിച്ച് 3 സംവത്സരം കഴിഞ്ഞ് അവർ അത് പിടിച്ചു. ഹെസ്കിയായുടെ 6-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ഹോശേയയുടെ 9-ാം ആണ്ടിൽ തന്നെ ശമര്യ പിടിക്കപ്പെട്ടു. അസുർ രാജാവ് ഇസ്രായേലിനെ അസൂരിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. ഹലഹിലും ഗോസാൻ നദീതീരത്തുള്ള ഹാബോരിലും മേദ്യരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു. അവർ തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശബ്ദം കേട്ടനുസരിക്കാതെ അവൻ്റെ നിയമവും കർത്താവിൻ്റെ ദാസനായ മോശ കൽപ്പിച്ചതെല്ലാം ലംഘിച്ചു. അവർ അത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിരുന്നില്ല. യഹൂദ രാജാവായ ഹെസ്കിയായുടെ 14-ാം ആണ്ടിൽ അസൂർ രാജാവായ സൻഹേരീബ് യഹൂദയിലെ ശക്തമായ എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു. അവയെ കീഴടക്കി. അപ്പോൾ യഹൂദ രാജാവായ ഹെസക്കിയ ലാക്കീഷിൽ അസൂർ രാജാവിനാളയച്ചു. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ട് മടങ്ങിപ്പോകണം. നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാമെന്ന് പറയിച്ചു. അസൂർ രാജാവ് യഹൂദ രാജാവായ ഹെസ്കിയാക്ക് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹെസക്കിയ ദൈവാലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലുമുള്ള വെള്ളിയെല്ലാം കൊടുത്തു. ആ കാലത്ത് യഹൂദ രാജാവായ ഹെസക്കിയ ദൈവത്തിൻ്റെ മന്ദിരത്തിൻ്റെ വാതിലുകളിലും കട്ടിലകളിലും താൻ പൊതിഞ്ഞിരുന്ന സ്വർണവും പറിച്ചെടുത്തു. അസുർ രാജാവിന് കൊടുത്തയച്ചു. എങ്കിലും അസുർ രാജാവ് തർത്താനെയും റിബ്സീസക്കിനെയും റബ്ശാക്കേയെയും ലാക്കീഷിൽ നിന്ന് ഹെസക്കിയ രാജാവിൻ്റെ അടുക്കൽ ഒരു വലിയ സൈന്യവുമായി യെരൂശലേമിനെതിരെ അയച്ചു. പുറപ്പെട്ട് യെരൂശലേമിലെത്തി. അവിടെ എത്തിയപ്പോൾ അവർ അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കുള്ള മുകളിലെ
കുളത്തിൻ്റെ കൽപ്പാത്തിക്കരികെ ചെന്നു നിന്നു. അവർ രാജാവിനെ വിളിച്ചപ്പോൾ മകൻ ഏലിയാക്കീം എന്ന രാജധാനി വിചാരകനും എഴുത്തുകാരനുമായ ശെബ്നയും ആസാഫിൻ്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവരുടെ അടുക്കൽ പുറത്തു ചെന്നു. രബ്ശാക്കേ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഹെസക്കിയായോട് പറയേണ്ടത്, രാജാവായ അശ്ശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? യുദ്ധത്തിന് വേണ്ട ആലോചനയും ബലവും ഉണ്ടെന്ന് നീ പറയുന്നത് വെറും വാക്കത്രേ. ആരെ ആശ്രയിച്ചാണ് നീ എന്നോട് മത്സരിക്കുന്നത്? ചതഞ്ഞ ഓടയായ ഈ മെസ്രേനിലല്ലോ നീ ആശ്രയിക്കുന്നത്. അതിന്മേലൊരുത്തൻ ഊന്നിയാലത് അവൻ്റെ ഉള്ളം കൈ കുത്തിക്കീറും. മിസ്രൈൻ രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെ. അല്ല, നിങ്ങൾ എന്നോട് നിങ്ങളുടെ ദൈവമായ കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ അവൻ്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹെസക്കിയ നീക്കിക്കളഞ്ഞിട്ടല്ലയോ യഹൂദയോടും യെരൂശലേമ്യരോടും യെരൂശലേമിലുള്ള ഈ യാഗപീഠത്തിൻ്റെ മുമ്പിൽ നമസ്കരിപ്പിൻ എന്ന് കൽപ്പിച്ചത്? ആകട്ടെ, എൻ്റെ യജമാനനായ അശ്ശൂർ രാജാവുമായി വാക്ക് പറയുക. നിനക്ക് കുതിരപ്പട്ടാളം ഒരുക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് 2000 കുതിരയെ തരാം. നീ പിന്നെ എങ്ങനെ എൻ്റെ യജമാനൻ്റെ എളിയദാസന്മാരിൽ ഒരുവനെയെങ്കിലും മടക്കും? രഥങ്ങൾക്കായിട്ടും കുതിരപ്പട്ടാളത്തിനായിട്ടും നീ മിസ്രയീമിനെ ആശ്രയിക്കുന്നു. ഞാനിപ്പോൾ ഈ സ്ഥലം നശിപ്പിപ്പാൻ ദൈവത്തോടു കൂടാതെയോ അതിൻ്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത്? ദൈവം എന്നോട് ഇസ്രായേലിൻ്റെ നേരെ പുറപ്പെട്ട് ചെന്ന് അതിനെ നശിപ്പിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഹൽക്കിയായുടെ മകനായ ഏലിയാക്കീമും ശെബ്നയും യോവാഹും രബ്ശമേക്കയോട് അഭിപ്രായങ്ങളോട് അടിയങ്ങളോട് സുറിയാനി ഭാഷയിൽ സംസാരിക്കണമേ, അത് ഞങ്ങൾക്കറിയാം. അതിന്മേലുള്ള ജനങ്ങൾക്ക് ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു. റബ്ശാക്കേ അവരോട്, നിന്റെ യജമാനനോടും നിന്നോടും ഈ വാക്ക് പറയുന്നവനാണോ എൻ്റെ യജമാനൻ എന്നെ ആശ്രയിച്ചിരിക്കുന്നത്? നിങ്ങളോടുകൂടെ സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യാനിടയാകത്തക്കവണ്ണം മതിലിന്മേലിരിക്കുന്നവരുടെ അടുക്കൽ അല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ റബ്ശാക്കേ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മഹാരാജാവായ അശ്ശൂർ രാജാവിൻ്റെ വാക്ക് കേൾപ്പിൻ. രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, ഹെസക്കിയ നിങ്ങളെ ചതിക്കരുതേ. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ അവന് കഴിയുകയില്ല. ദൈവം നമ്മെ നിശ്ചയമായി വിടുവിക്കും. ഈ നഗരം അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. ഹെസക്കിയ നിങ്ങളെ ദൈവത്തെ ആശ്രയിക്കുമാറാക്കുകയും അരുത്. ഹെസക്കിയായെ നിങ്ങൾ ശ്രദ്ധിക്കരുതേ. അശ്ശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നിങ്ങൾ എന്നോട് സഖ്യം ചെയ്ത് എൻ്റെ അടുക്കൽ പുറത്തു വരുവിൻ. നിങ്ങൾ ഓരോരുവൻ അവനവൻ്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിൻ്റെയും ഫലം തിന്നുകയും അവനവൻ്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളുവിൻ. പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളും ഒലിവെണ്ണയും തേനും ഉള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും.
എന്നാൽ നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കും. ദൈവം നമ്മെ വിടുവിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന ഹെസക്കിയായെ ശ്രദ്ധിക്കരുതേ. ജാതികളുടെ ദേവന്മാരാരെങ്കിലും തൻ്റെ ദേശത്തെ അസുർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? ഹമാത്തിലെയും അർപ്പാദിലെയും ദേവന്മാർ എവിടെ? സെഫർഫൈമിലെയും ഹേനയിലെയും ഇവയിലെയും ദേവന്മാർ എവിടെ? ശമര്യയെ അവർ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇരിക്കെ ദൈവം യെരൂശലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമോ? ജനം മിണ്ടാതിരുന്നു. അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല. അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നു. ഹൽക്കിയായുടെ മകനായ ഏലിയാക്കീം എന്ന രാജധാനി വിചാരകനും എഴുത്തുകാരനുമായ ശെബ്നയും ആസാഫിൻ്റെ മകനായ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹെസക്കിയായുടെ അടുക്കൽ ചെന്നു. റബ്ശാക്കേയുടെ വാക്കുകൾ അവനെ അറിയിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.